നീ കൊള്ളാമല്ലോ. എനിക്ക് ഒരു കുഞ്ഞോനെ അറിയത്തുള്ളൂ, എന്റെ മാത്തുക്കുട്ടിയുടെ മോൻ പ്രകാശ് മാത്യു. ഇപ്പൊ മനസ്സിലായില്ല? എന്നാ വിളിക്കേ. ആ തെക്കേ ചെറിയലെ തേങ്ങയ്ക്ക് തീരെ തൊടം പോരല്ല കുര്യാക്കോസേ. പള വന്നതാൻ തെങ്ങിന്റെ കടക്കെ തന്നെയാണോ ഇടിയിച്ചത്? അത് പിന്നെ കന്നിത്തുലാത്തിലെ തേങ്ങ അങ്ങനെ പതിവാ അമ്മച്ചി. ഓ പിന്നെ കന്നിതുലാത്തിൽ വെട്ടുന്ന തേങ്ങ ഞാനിപ്പോ ആദ്യം കാണുമല്ലയോ. ആ കുഞ്ഞോനാന്നാടാ, ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ നീ ഇതുവഴി വരാമെന്ന് പറഞ്ഞിട്ട് എന്താടാ വരാഞ്ഞേ? നീ ഈ അമ്മാമ്മ അങ്ങ് മറന്നോ? അതമ്മാമ്മേ, എല്ലാരും കൂടി ഒരുമിച്ച് ബസ്സിലേക്ക് പോന്നു. ആ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചപ്പോ നീ ഒരു പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. എന്തുവാ അവിടെ പേര്? ആ സോണ. അവളെന്തോ പറഞ്ഞോ? ചേടാ, ഒരു പെണ്ണിനെ പ്രേമിക്കാൻ നിനക്ക് ഇനി അറിഞ്ഞുകൂടായോ? നിന്റെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ എങ്ങനെ എന്നെ പ്രേമിച്ചതെന്നറിയാവോ? അതെ, അന്നത്തെ കാലമല്ല ഇത്. ഇപ്പോഴത്തെ പിള്ളേർ അമ്മാമ്മ വിചാരിക്കുന്ന പോലെ അല്ല. അല്ലല്ല, വിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ ഉടൻ ഞാൻ അമ്മാമ്മയെ വിളിക്കാം. ആഹാ, അങ്ങനെയാന്നോ? എന്നാ വെച്ചേര്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങള് താൻ കേട്ടോടോ കുര്യാക്കോസെ, കുഞ്ഞോൻ പറഞ്ഞതൊക്കെ? ഇത്രയും കേൾക്കുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ എന്റെ ചെവി ഇച്ചിരി പുറകോട്ടാ. ആ അത് നന്നായി. താൻ കേട്ടോണ്ടും വലിയ ഗുണമൊന്നുമില്ല. പ്ലീസ്, വെറും ഒരു സില്ലി ക്യാമ്പസ് ലവായി എബി ഇത് കാണരുത്. Tell me, what's my role? ആ കുട്ടി എന്താ ധരിച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഒരു മറുപടി കിട്ടിയാൽ ആ കുട്ടിയുടെ മനസ്സെന്താന്ന് അറിഞ്ഞാൽ എബിയാണെന്ന് ഏറ്റവും പറ്റിയ ആള്. ഈവൻ ഇഫ് ഇറ്റ്സ് എ നോ, ഇറ്റ് ഈസ് ഓക്കെ. ഐ വിൽ ഫർഗെറ്റ് എവറിത്തിങ്. ബട്ട് ഡെഫിനറ്റ് ആയ ഒരു റിപ്ലൈ. എന്ത് കമ്മീഷൻ തരും? ഐ മീൻ ബ്രോക്കറേജ്, ലവ് ബ്രോക്കറേജ്. ലവ് ബ്രോക്കർ? അതോളാം. ഹെറോൾഡ് റോബിൻസിന്റെ ഒരു നോവലിന്റെ പേര് പോലെ ഉണ്ട്. ആട്ടെ, എന്ത് കമ്മീഷൻ കിട്ടി? നീ തമാശ ആക്കണ്ട, അവൻ എന്നോട് അത്ര കാര്യമായിട്ട് പറഞ്ഞാ. എന്നാലും കിട്ടിക്കാടും നല്ലൊരു തുക. പ്രകാശ് റിച്ചാ. അപ്പനും അമ്മയ്ക്ക് ഒരൊറ്റ മോൻ. സ്റ്റേറ്റ്സിൽ പലയിടത്തും ബിസിനസ് സ്ഥാപനങ്ങൾ. ഫിലാഡൽഫിയയിൽ, ഇന്ത്യാനാപോളിസിൽ, ലാസ് വേഗസിൽ. മതി, നിർത്ത്. നീ ഭയങ്കര ജാട കാട്ടിയ. അവനൊരു ആൻസർ കൊടുത്ത എന്താ കുഴപ്പം? അവൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞല്ലേ. ഈ പ്രേമം എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ബോർ ഏർപ്പാടല്ലേ. ഞാനിപ്പോ അവനോട് എസ് പറഞ്ഞെന്ന് വെച്ചോ, കുറച്ച് കഴിയുമ്പോ എനിക്ക് ബോറടിക്കും. ബോറടിച്ചാലോ? ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക പ്രേമം ബോറടിക്കുമെന്ന്. വർഷയോട് നീയോ അങ്ങനെയല്ലേ പറഞ്ഞേ? അത് പിന്നെ വർഷയോടല്ലേ. ഞാൻ ആലോചിക്കാം. നമ്മുടെ പേരൻസ് നമുക്ക് ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിക്കും, കല്യാണവും നടത്തും. അത് കഴിഞ്ഞിട്ട് പോരെ പ്രേമം? കല്യാണത്തിന് മുമ്പ് പ്രേമം വേണമെന്ന് എന്താ എത്രയ്ക്ക്? എന്നാ ഞാൻ പ്രകാശിനോട് അങ്ങനെ പറയട്ടെ? വേണ്ട, ഞാൻ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. മനസ്സിലിട്ട് ഒന്നുകൂടി ഒന്ന് കുലുക്കി. എന്ന് വെച്ചാ മദിരിഫിക്കേഷൻ കാരണം തുപ്പാനും കൈപ്പോളജി കാരണം ഇറക്കാനും വയ്യാത്തൊരവസ്ഥ അല്ലേ? ഇതാണോ രുക്കുന്റെ ലൗസ്? എനിക്കറിയില്ല. നിനക്കെന്താ അറിയാത്ത? ഹലോ, ഏവി? ഓ, എന്റെ മകൻ എബി. മഴ നീയാണോ? ഞാൻ ഫിറ്റാടി. ഇപ്പൊ സമയം എന്തായി കാണും? എന്നെ കൊണ്ടൊന്നും ഇവിടുന്ന് എഴുന്നേക്കാൻ മേല. എല്ലാരെയും വിളിച്ചുകൊണ്ടെത്തി ഈ പാതിരാത്രിക്ക് എന്താ ഇത്ര അത്യാവശ്യം? ഓ ശരി ശരി. ബേബി ആന്റി, എടി ബേബി ആന്റി, പുന്നാര മോനെ ഫോൺ മോളെ കൊണ്ട് കൊടു. എന്താടാ ഈ പാതിരാത്രിക്ക്? നീ ഉറങ്ങിയായിരുന്നോ? എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോടാ. എന്തു പറ്റി? നീ പറഞ്ഞ പോലെ മദിരിഫിക്കേഷൻ കാരണം തുപ്പാനും കൈപ്പോളജി കാരണം ഇറക്കാനും വയ്യ. സംഗതി കൊള്ളായിന്നാ തോന്നുന്നേ. എന്ത്? ലവ്സ്. എനിക്ക് ലവ്സ് പിടിച്ചോന്നൊരു സംശയം. എന്താ ചെയ്യാ? ഞാൻ ടോസ് ചെയ്ത് നോക്കി, ടെയില് വീണു. യെസ്. കണ്ണടച്ച് വിരളി തൊട്ട് നോക്കി, അതും യെസ്. എന്താടാ വേണ്ടത്? നീ പറ. നീ തന്നെ പറ. പറഞ്ഞാലോ നാളെ പ്രകാശിനോട് എസ്ന്ന്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറയാം. അപ്പൊ പറയാ അല്ലേ? പറയാ അല്ലേടാ? ശരി. എന്നാ നീ പോയി കിടന്നോ. ഗുഡ് നൈറ്റ്. നീ എന്റെ കൂടെ നിന്നോണേ, മുങ്ങിക്കളയരുത്. വലിയ ജാടയൊക്കെ പറയാന്നല്ലാതെ കാര്യത്തോട് അടുത്തപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ അല്പം നെർവസ് ആവുന്നുണ്ടോ? നീ വന്നേ. എന്റെ കർച്ചിപ്പം തന്നെ.
വിയർക്കുന്നുണ്ടോന്നൊരു സംശയം. ആരും പറയും ഞാൻ കർച്ചീഫ് മറന്നുപോയി. താ. വേർക്കുന്നൊന്നുമില്ല. നിനക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പം തുടങ്ങിയിട്ടുണ്ട്. ആ, എനിക്കും തോന്നുന്നുണ്ട്. ഇത് നമുക്ക് ശരിയാവുന്ന മട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? കൂടുതൽ ഒന്നും ചെയ്യണ്ട. നേരെ ചെല്ലുക. ആ, അവന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഒരു യെസ് പറയാം. അത് പെട്ടെന്ന് പറയണമെന്നില്ല. ഒന്ന് നാണിച്ച് കാലിനക്കം കൊണ്ടൊരു കളമൊക്കെ വരച്ച് അയ്യടാ, നാണോ ഒന്നും ശരിയാവില്ല. ഓ, അതല്ലേലും നിനക്കില്ലല്ലോ. ഡാ, നിന്നെ കക്ഷി അവിടെ നിൽപ്പുണ്ട്. ചെല്ലട്ടടാ. വേണേ ചെല്ലാം. ചെല്ല്. ഓ, ചെല്ലടാ. ദേ, നീ എന്റെ കൺവെട്ട് തന്നെ നിക്കണേ. ഓക്കെ? ഓക്കെടാ, ഞാനിവിടെ ഉണ്ട്. അപ്പൊ ഓക്കെ. ആലോചിച്ചു ഞാൻ. യെസ്, ശുക്രിയ. ശുക്രിയ. വാട്ട്? Ask Abby. He will tell you. ശുക്രിയ. It was a real funny night. പ്രകാശം ഉണ്ടാവണമായിരുന്നു. മൊത്തം ഒരു അടിച്ചുപൊളി. See, this is our great ശുക്രിയ മേനോൻ uncle. ഇതുണ്ടോ? ദാ, ഇതാണ് ഞങ്ങളുടെ കോളനിയിലെ കാതൽ റോജ രുക്കു. This is Abby and I. അമ്മമ്മ ഇന്നലെയും വിളിച്ചിരുന്നു. ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നെ കാണാൻ. അയ്യോ, എന്നെ കാണാനോ? ഞാൻ പറഞ്ഞല്ലോ, അമ്മാമ്മയ്ക്കാണ് നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ്. കുട്ടനാട്ടില് പണ്ടൊരു വിപ്ലവ പ്രേമകഥയിലെ ഹീറോയിനാണ് അമ്മാമ്മ. സോന, ആ? നീ അറിഞ്ഞോടാ? ഇന്റർ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഫിക്സർ റെഡിയായെന്ന് മധുസാറ് പറഞ്ഞു. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കോർട്ടിൽ ഇറങ്ങേണ്ടി വരും കാലിക്കറ്റുമായിട്ട്. അവരുടെ അത്ര മോശം ടീമൊന്നും അല്ല. നമ്മൾ ജയിക്കുമെന്ന് സംശയ. എന്നാലും ഒരു കൈ നോക്കാം അല്ലേ? എക്സ്ക്യൂസ് മീ അബി, വല്ലപ്പോഴും ആ സോനിയ ഒന്ന് തനിച്ച് കിട്ടുന്നത്. ഒരു 5 minutes ഞങ്ങൾക്ക്. സോറി, ഞാൻ ഓർത്തില്ല. എന്തൊരു മണ്ടനാ ഞാൻ. നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഐ എം റിയലി സോറി. ഞാൻ ഓർക്കേണ്ടതായിരുന്നു. ക്യാരി ഓൺ പ്രകാശ്. ഐ എം സോറി, റിയലി സോറി. സോന, ഞാൻ ക്യാൻറ്റീനിൽ കാണും. നീ അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ? അയ്യോ, എബിക്ക് ഫീൽ ചെയ്തോ? അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എപ്പോഴും നിങ്ങളെ ഒരുമിച്ചേ കാണൂ. തന്നോട് ഒരു 5 minute തനിച്ച് സംസാരിക്കാൻ. അവനുള്ളപ്പോ പറയാൻ കൊള്ളാവുന്നത് മാത്രം പറഞ്ഞാൽ മതി എന്നോട്. സോന, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. എന്തുദ്ദേശിച്ചാലും വേണ്ടില്ല. ഇത് ബോറായി പ്രകാശ്. സീ സോന, ലുക്ക്, ഡോണ്ട് റിപ്പീറ്റ് ദിസ് അഗൈൻ. ഓക്കെ? പ്രകാശിനോട് സ്നേഹം ഉണ്ടെന്ന് കരുതി എബിയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. അറ്റ് എനി കോസ്റ്റ്. ഐ എം സോറി ഡാ. അയ്യേ, സാരമില്ലടാ. സോറി പറയേണ്ടത് ഞാനല്ലേ? എന്റെ തെറ്റാ. പ്രകാശ് പറഞ്ഞതാ ശരി. അത് അവൻ വളരെ ഡീസൻ്റായി പറയുകയും ചെയ്തു. അറിയാതെ ഞാൻ അല്പം കൂടുതൽ ഫ്രീഡം എടുത്തു. അറ്റ്ലീസ്റ്റ് പ്രകാശിന് മുമ്പിലെങ്കിലും ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി അങ്ങനെ ഉണ്ടാവില്ല. കരയാണോ നീ? എന്താടാ ഇത്? നിനക്കെന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഇത്ര സില്ലി കാര്യത്തിന് കരയേ? അയ്യേ, കണ്ണുറച്ച പിള്ളേരാരെങ്കിലും കാണും. എന്നാലും നിനക്ക് ഫീൽ ചെയ്തില്ലേ? ഇല്ലടാ. കുറച്ച് ഇല്ലെന്നേ. നിനക്ക് ഒട്ടും വിഷമമില്ലല്ലോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഉറപ്പ്? ഉറപ്പ്. എങ്കിൽ നീ എനിക്കൊരു പരിപ്പോടിയും ചായ വാങ്ങിച്ചോ.
ഇതാന്നോടാ കൊച്ച്? അമ്മമ്മ വന്നാട്ടെ. അപ്പൊ മോക്കെന്നെ മനസ്സിലായോ? പ്രകാശ് എപ്പോഴും പറയും. ആന്നോടാ കുഞ്ഞോനെ? നീ എന്നെ കുറിച്ച് എപ്പോഴും പറയുവോ? ഹലോ എബി. ഹായ്. അമ്മാമേ ഇത് എബി, ഞങ്ങളുടെ കോളേജിൽ തന്നെയാ. തൊട്ടപ്പുറത്തെ വീട്ടിലാ. ആ അമ്മമ്മ വാ. പപ്പ, ഇത് പ്രകാശ്. ഞാൻ പറഞ്ഞിട്ടില്ലേ മേരിയ വസുനോലെ സമ്മാനം കിട്ടിയ. ഹലോ. ഹലോ. ഇത് പ്രകാശിന്റെ അമ്മാമ്മ. ആ. പപ്പ, മമ്മി. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഞാനങ്ങ് പുളിങ്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവനെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല. എന്റെ മോൻ മാത്തുക്കുട്ടിയുടെ ഒറ്റ മോനാ. മാത്തുക്കുട്ടിയും പെമ്പിളെ അങ്ങ് അമേരിക്കയിലാ. ഇവനെ അവിടെ പഠിപ്പിക്കണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. എന്റെ ഒറ്റ ആളിന്റെ നിർബന്ധം കൊണ്ടാ ഇവിടെ നിർത്തിയിരിക്കുന്നേ. പ്രകാശിന്റെ പ്രോഗ്രാം ടിവിയിൽ ഞങ്ങളൊക്കെ കണ്ടു. ഞാനും കണ്ടു. ഗ്രാമമാണേലും അവിടെയും പെരപ്പുറത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ചരുവം. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുമ്പോ കണ്ടോട്ടെ എന്ന് വെച്ച് മാത്തുക്കുട്ടി വെപ്പിച്ചതാ. എനിക്ക് എവിടുന്നാ സമയം? 10-15 പേരുണ്ടാവും പാടത്തും പറമ്പിലുമായിട്ട് എന്നും പണിക്ക്. ഇതിപ്പോ ഇവൻ ഇങ്ങനെ ഒരു താല്പര്യമുള്ള സ്ഥിതിക്ക് എന്നാ പിന്നെ ഇവിടം വരെ വന്നൊന്ന് കണ്ടേച്ചും പോകാവെന്ന് കരുതി. മോടെ പഠിത്തം കഴിയാറായോ? ഡിഗ്രി ഫൈനൽ ഇയറാ. പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനിയും പഠിക്കാം. എന്തോത്തിനാ? പെൺകൊച്ചുങ്ങൾ ഇത്രയൊക്കെ പഠിച്ചാ മതിയെന്നേ. നേരത്തെ കാലത്തെ കല്യാണം കഴിച്ചു വിടാൻ നോക്ക്. സത്യം പറഞ്ഞ ഇവൻ വന്ന് പറഞ്ഞപ്പോ അമ്മാമേ വൈകുന്നേരം എത്തണ്ടേ? ജോലിക്കാരുള്ളതല്ലേ? ഇന്ന് ആരും ഇല്ലടാ, ഞായറാഴ്ചയല്ലയോ. കുര്യാക്കോസിനെ കാവലിരുത്തിയേച്ചോ ഞാൻ പോകുന്നത്. ഞാൻ അല്പം ചായ എടുക്കാം. അവിടെ ഇരുവച്ചേ. ഇപ്പം ചായ ഒന്നും വേണ്ടാന്നേ. ചായ ഞങ്ങളുടെ മായമ്മേ, നിങ്ങൾ സംസാരിക്കേ. ഞങ്ങള് നാൽപ്പാങ്കുരിശുകാരെന്ന് പറഞ്ഞ കുട്ടനാട്ടിലെ പുരാതന തറവാട്ടുകാരാ. ചെലപ്പോ കേട്ട് കാണും. കേട്ടിട്ടുണ്ട്. അവിടുത്തെ അല്ലേ ജോണി? ആ, ഏത് ജോണി? ഡൽഹിയിലെ പ്രൈം മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലെ. ഓ അവൻ. ആ. അവൻ എന്റെ മൂത്ത നാത്തുവിന്റെ മോടെ മോനല്ലയോ? അവനെ അറിയോ? മായയുടെ അമ്മച്ചിയുടെ ഫസ്റ്റ് കസിന്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ജോണിയാ. ആ, 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 അങ്ങനെ വരട്ടെ. കൊച്ചുമറിയുടെ മോള്. അതെ. ആ, അപ്പൊ നമ്മള് ചർച്ചക്കാരായി. ആ അമ്മാമ്മ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്. മിക്കവാറും ഇന്ന് തന്നെ മനസ്സ് ചോദ്യവും വിളിച്ചു ചൊല്ലലും കെട്ടും ഒക്കെ നടക്കും. പ്രകാശിനൊരു മുന്നറിയിപ്പ് തരാമായിരുന്നു. ഇതിപ്പോ കൈവിട്ടു പോകൂന്നൊരു സംശയം. ഞാൻ ഇടപെടണോടാ. എവിടം വരെ പോകും നോക്കാം. ഒരു ദിവസം എല്ലാരും കൂടെ വാ പുളിങ്കുന്നിലോട്ട്. പട്ടണത്തിൽ ഇങ്ങനെ കഴിയുമ്പോ ഒരു ആശ്വാസം അല്ലേ? വരാം. ഇവിടെ ഒരാൾക്ക് തിരക്കൊഴിഞ്ഞിട്ട് ഒന്നിനുമില്ല സമയം. എല്ലാവർക്കും തിരക്ക് തന്നെ. ഞാൻ മാത്തുക്കുട്ടിയുടെ അവിടെ പോയി നിന്ന് 3 മാസം. എനിക്ക് മടുത്തു. അവനും തിരക്ക്, പെമ്പിളയ്ക്കും തിരക്ക്, അലക്കാനും തുടയ്ക്കാനും വരുന്ന മാതാമ്മയ്ക്കും തിരക്ക്, കാർ ഓടിക്കുന്ന നീഗ്രോയ്ക്ക് വരെ തിരക്ക്. ഇവനിപ്പോ പരീക്ഷ കഴിഞ്ഞ് പോവാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു അപ്പനെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പെണ്ണ് കെട്ടിയിട്ട് പോയാ മതിയെന്ന്. അല്ലെങ്കിൽ അവിടെ ചെന്ന് വല്ല മതാമ്മയും പടലിൽ കയറിയാ. അല്ല കുഞ്ഞോനാ ബുദ്ധിവശം കാണിക്കാലെന്നറിയാം. ഇല്ലയോ മോളെ? നമുക്ക് ഇറങ്ങാം അമ്മാമേ, എനിക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ട് തിരക്കുണ്ട്. ദേ ഇവനും തിരക്ക്. ഈ ചായ കുടിച്ചു പോകാവിടാ. ഇത് കഴിക്കാം അമ്മേ. വേണ്ട മോളെ, അമ്മാമ്മയ്ക്ക് ഇതൊന്നും കഴിച്ചുകൂടാ. മോളെ കണ്ടപ്പോ തന്നെ അമ്മമ്മയുടെ വയറ് നിറഞ്ഞു. കുഞ്ഞോന്റെ ഇഷ്ടം എന്താച്ചാ അത് എന്റെയും കൂടി ഇഷ്ടാ. നീ ഇറങ്ങാം അമ്മാമേ. ഞാൻ ഇനിയും വരുന്നുണ്ട്. കൊച്ചുങ്ങൾ തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് പരീക്ഷ കഴിഞ്ഞ ഉടനെ നമുക്ക് കല്യാണം ഒന്നും നടത്തരുതോ? ഞാൻ മാത്തുക്കുട്ടിക്കും എഴുതുന്നുണ്ട്. ആ പാടാ. പുറപ്പെടുമ്പോ 1000 വട്ടം പറഞ്ഞല്ലേ അമ്മാമേ, ചളാക്കരുത് ചളാക്കരുതെന്ന്. നീ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേടാ? വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കാനാന്നോ? വിളക്ക് വിളക്ക് കാലേ വെക്കണം, എന്നാലേ വെളിച്ചം കാണൂ. അല്ലാതെ ഇത് നിന്റെ മനസ്സിൽ പൂഴ്ത്തി വെച്ചോണ്ടിരുന്ന ചേടാ. നീ വണ്ടി വിടറാ എന്റെ പാ. പോട്ടെ മോളെ.